നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തു നിന്നും അതിദയനീയമായ വാർത്തകളാണ് പുറത്തുവരുന്നത്. ജീവിതത്തിന്റെ സിംഹഭാഗവും കുടുംബത്തിനായി കൊടും ചൂടിൽ പണിയെടുത്തിട്ടും അവരെ അവസാനമായി ഒരു നോക്ക് പോലും കാണാനാകാതെ അവസാന യാത്ര. അത്തരത്തിലൊരു ദയനീയ വാർത്ത പുറത്തുവരുന്നു. സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ വിമാനത്തിൽ കയറുന്നതിനിടെ മലയാളി കുഴഞ്ഞു വീണ് മരിച്ചതായി റിപ്പോർട്ട്. കിഴക്കൻ പ്രവിശ്യയിലെ ദമാം വിമാനത്താവളത്തിൽ തൃശൂർ മുക്കാട്ടുകര നെറുശ്ശേരി നെല്ലിപ്പറമ്പിൽ ഗിരീഷാണ് മരിച്ചത്. 25 വർഷമായി പ്രവാസിയായ ഇദ്ദേഹം ഒരു സ്വകാര്യ ഫയർ ആൻഡ് സേഫ്റ്റി കമ്പനിയിൽ ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസറായി ജോലി ചെയ്തു വരികയായിരുന്നു. 2 വർഷത്തിന് ശേഷം അവധിക്കായി രാത്രി കൊച്ചിയിലേക്കുള്ള ഫ്ലൈ ദുബായ് വിമാനത്തിൽ ബോർഡിംഗ് പൂർത്തീകരിച്ച് വിമാനത്തിന്റെ കവാടത്തിലേക്ക് നടന്നു നീങ്ങി വിമാനത്തിലേക്ക് കാലെടുത്ത് വയ്ക്കവേ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. എയർപോർട്ട് അത്യാഹിത വിഭാഗം സ്ഥലത്തെത്തി CPR നൽകിയതിനു ശേഷം ഖത്തീഫ് സെൻട്രൽ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും വഴിമധ്യേ മരണം സംഭവിച്ചു. ഭാര്യ സതി, ഒരു മകനും മകളുമുണ്ട്. ഖത്തീഫ് സെൻട്രൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കമ്പനി അധികൃതരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പുരോഗമിച്ചു വരികയാണ്. അതേസമയം ഇത്തരത്തിലൊരു വാർത്ത കഴിഞ്ഞ ദിവസവും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോകാനൊരുങ്ങിയ മലയാളി സൗദിയിൽ മരിച്ചു. പടിഞ്ഞാറൻ പ്രവിശ്യയിലെ തായിഫിൽ പത്തനംതിട്ട ആറന്മുള കുഞ്ചിറവേളി ജ്യോതി നിവാസിൽ ഗിരീഷ് കുമാറാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ ജിദ്ദയിൽ നിന്നുള്ള സൗദി എയർലൈൻസ് വിമാനത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ എത്തേണ്ടതായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് 1 മാസത്തോളം തായിഫ് കിങ് അബ്ദുൽ അസീസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 27 വർഷത്തോളമായി തായിഫിൽ പ്രവാസിയാണ്. 5 വർഷമായി നാട്ടിൽ പോയിട്ട്. ഇക്കാമയുടെ കാലാവധി കഴിഞ്ഞിട്ട് 2 വർഷമായി. യാത്രാരേഖകൾ ശരിയാക്കുന്നതിനും മറ്റ് സഹായങ്ങൾക്കുമായി ത്വായിഫ് KMCC പ്രസിഡന്റ് നാലകത്ത് മുഹമ്മദ് സ്വാലിഹ് രംഗത്ത് തന്നെയുണ്ടായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.